ഇഷ്ടമുള്ള വീഡിയോ. അപ്പം ഇന്ന് ഞായറാഴ്ച പതിവ് പോലെ നമ്മൾ കറങ്ങിറങ്ങി. ഇന്ന് നമ്മുടെ ഇവിടെ അനന്തരമില്ല, അച്ചുമില്ല. അനന്തനെ കടയിൽ ജോലിയുണ്ട്, അച്ചുവിന് വീട്ടിൽ കുറച്ച് തിരക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ നേരെ ഉപ്പറയ്ക്ക് പോകുന്നത്. ഉപ്പറയിൽ ചിത്രം ഉണ്ടാവും. അപ്പോൾ ചിത്രവും ആയിട്ട് ആണിത് പ്ലാൻ ചെയ്തേക്കുന്നത്. സമയം നന്നായിട്ട് പോയി. സമയം 12 മണി ആവറേ, ഇച്ചിരി ലേറ്റായിട്ട്. അപ്പം ഇനിയിപ്പോൾ അവിടെ ചെന്ന് ചിത്രനോടെ പോകണം. ചിലപ്പം ഞങ്ങൾ വാഗമൺ ആ സൈഡ് പോകും. പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പം ഇപ്പോൾ ഇവിടെ കട്ടപ്പന ഓഫ് റോഡിൻ്റെ അവർ ഫണ്ടറിയിൽ പോകുന്നുണ്ടാവുമെന്ന് പറഞ്ഞ പ്ലാനുണ്ട്. അവർ നമ്മളവിടെ ചെന്നിട്ട് ആ സമയത്തേക്ക് ഒരു ഫണ്ടറിവിന് എല്ലാവരും ഓക്കെ ആവുകയാണെങ്കിൽ നമ്മൾ ഫണ്ടറിവ് അവരുടെ കൂടെ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ 2 വണ്ടിയായിട്ട് നമ്മൾ വാഗമണ്ണ് അവിടെ എവിടെയെങ്കിലും പോയി അത്യാവശ്യം നെക്സ്റ്റ് അവർ പിടിക്കാൻ നോക്കും. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ അടച്ചിട്ടേക്കുവാന്നൊക്കെ കേട്ടു. അതുകൊണ്ട് എങ്ങനെ വരില്ല, പോയി നോക്കണം. തന്നെ നമുക്ക് അവിടെ പോയിട്ട് ചിത്തൂരിനെ കൂടെ കണ്ടിട്ട് ബാക്കി വിശേഷം കാണാം. അപ്പം നമ്മളിത് ഉപ്പറ വന്നു. നമ്മൾ ഉപ്പറ കറക്റ്റ് എത്തി. ജിത്തു അവിടെ നിൽപ്പുണ്ട്. ജിത്തു ഇപ്പോൾ വരും. അപ്പം ജിത്തു വന്ന ഉടനെ തന്നെ വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. അവൻ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം വന്ന ഉടനെ തന്നെ നമ്മൾ പോകും. ഇതിപ്പോൾ ജിത്തു വണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം നേരെ നമ്മൾ പോവുക. സമയം പോയതുകൊണ്ടോ ഇങ്ങനെ നിർത്തണില്ല. ഇനി നേരെ വാഗമണ്ണ് ചെന്നിട്ടും നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. ഇതേ വരുന്നുണ്ട്. അപ്പം നമ്മൾ പോണ വഴിക്ക് നമ്മുടെ ഉപ്പറ വാഗമൺ റൂട്ടിൽ AVTയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ ഇപ്പോൾ നല്ല അടിപൊളി ചായ കിട്ടും. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ജസ്റ്റ് ഇറങ്ങിയതാണ്. നമ്മൾ മൂന്നുണ്ട്. ജിത്തുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല ഒരു വളവിലിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക, നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ മൊത്തത്തിൽ. നമ്മളപ്പം അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ പതുക്കെയാണ് അവിടെ നിന്ന് പോയത്. നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് തവളപ്പാറ എന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്ക് പോകണേ. അപ്പം നമ്മളിപ്പം ഇവിടെ നിന്ന് ഇറങ്ങി ചായ കുടിച്ചു. അപ്പം മുകളിലോട്ട് പോകുമ്പോൾ അവിടെ എന്താ തോട്ടപ്പുഴ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഒരു സാനിറ്റൈസർ മേടിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ ശ്രീകുട്ടം സാനിറ്റൈസർ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴയാണ്. അപ്പം പോവാം. ആക്ച്വലി ഈ സ്പോട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പറയിൽ നിന്ന് പോകുമ്പം നമ്മുടെ വാഗമണ്ണ് തൊട്ട് മുന്നേ കോട്ടമലയ്ക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് വരുന്നത്. അവിടുന്ന് റൈറ്റിലേക്ക് കിടക്കുന്നത്. നമ്മൾ ഉപ്പറയിൽ നിന്ന് പോകുമ്പോൾ റൈറ്റിലേക്കും വാഗമണ്ണിൽ നിന്ന് ഉപ്പറയിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുമാണ് ഈ സ്പോട്ട് വരുന്നത്. നമ്മളിവിടുന്ന് ഇപ്പം മണ്ടയിലേക്ക് കയറി പോവുകയാണ് ചെയ്യേണ്ടത്.
ഇവിടെ ഒരുപാട് നാൾ കൂടിയാണ് വണ്ടി കയറി വരുന്നത്. കാരണം ആ പുല്ലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നമുക്ക്. ഒരു അടുത്ത കാലത്തൊന്നും ഇതിലെ വണ്ടിയും വേറെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്താ ഒരുപാട് പാടവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. വഴി എല്ലാം ഇതുകൊണ്ട് തന്നെ വഴിയെല്ലാം പുതിയത് ഉണ്ടാക്കി പോയൊരു ഫീലുണ്ടായിരുന്നു. എന്തായാലും മുന്നോട്ട് കണ്ടു നോക്കാം, നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് നോക്കാം. വണ്ടി കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴുകി അവിടെ ഒരു ചെറിയ ഓട പോലെ ആയിട്ടുണ്ട്. അപ്പം ബൊലേറോ കയറി വരുമ്പോഴത്തേക്ക് വലിയ സീനില്ല, കാരണം അതിന് അത്യാവശ്യം വീൽ ബേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേങ്കിൽ ജീപ്പ് കയറി വരുമ്പോൾ അങ്ങനെയല്ല. ജീപ്പിൻ്റെ നോർമൽ ഹൗസിങ് ആയതുകൊണ്ട് തന്നെ ചെരിഞ്ഞിട്ടുണ്ടെങ്കിലും അറിയാനുള്ള ചാൻസ് ഉണ്ട്. അത് നോക്കി വേണം കയറി വരാൻ വേണ്ടി. അപ്പം നമ്മൾ മാക്സിമം വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡ് കീപ്പ് ചെയ്താണ് നമ്മൾ വന്നത്.
അപ്പം നമ്മൾ തവളപ്പാറയുടെ മുകളിൽ വന്നു. എനിക്ക് തോന്നുന്നു ഇതുവരെ ആരും ഇവിടെ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളാണ് ഫസ്റ്റ് എന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നമ്മളെവിടെ ചെന്നാലും കാറ്റ് നമുക്ക് എതിരെയാണ് നിൽക്കുന്നത്. ഇവിടെയുണ്ട്. പക്ഷേ ഇന്ന് മൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി എന്തായാലും ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ജിത്തുവിൻ്റെ വണ്ടി ഇത് ബാക്കിൽ കിടപ്പുണ്ട്, ശ്രീകുട്ടൻ നമ്മുടെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഉണ്ട്. അവരെല്ലാം അപ്പുറത്തോട്ടൊക്കെ ആയിട്ട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയേക്കാണ്. ഒരക്ഷയിൽ എന്ന് പറഞ്ഞാൽ ഒരക്ഷയില്ല. നല്ല അടിപൊളി സ്പോട്ട്. നമ്മൾ വന്നപ്പോഴത്തേക്ക് വലിയ മഞ്ഞും കാര്യങ്ങളുണ്ടായില്ല. നമ്മൾ വന്നപ്പോൾ ഉള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ ഇപ്പോൾ കോട ഇറങ്ങി ഫുള്ള് നോക്കി ഒരക്ഷയില്ല. നമുക്ക് ഇതിവിടെ ശ്രീകുട്ടൻ നിൽപ്പുണ്ട് കേട്ടോ. ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ സിനിമയ്ക്ക് അടുത്തുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മഞ്ഞ് കാരണം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഞ്ഞ്. നമ്മുടെ രണ്ട് വണ്ടിയും ഇതവിടെ ജിത്തും കൂട്ടുകാരും നിൽപ്പുണ്ട്. ഇവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്, ജിത്തുവിൻ്റെ വണ്ടി നിങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വാഗമൺ ഓഫ് റോഡ് പോയപ്പം അവിടുത്തെ വീഡിയോയ്ക്ക് അതുണ്ടായിരുന്നു. അന്ന് ട്രാക്കിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ രണ്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട്. എല്ലാവരും റീലും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. കില്ലറും വേറൊരു പയ്യനും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവർ പേരയ്ക്ക വരയ്ക്കാൻ വേണ്ടി പോയത്. നമ്മളെവിടെ വന്നാലും പേരയ്ക്ക നമ്മുടെ വീക്ക്നെസ്സാണ്. ചെയ്യേണ്ടേ അവിടെ നിന്ന് വരുന്നുണ്ട് അവർ. അപ്പം സമയം 1:45. ഇനിയിപ്പം അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. നമ്മൾ വാഗമണിൻ്റെ തൊട്ടടുത്താണ്. മഞ്ഞുള്ളതുകൊണ്ടാണ്. ഇത് തവളപ്പാറ. ഇവിടെ എനിക്ക് പനിയായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒന്നും നോക്കിയില്ല. കോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്, പക്ഷെ ഒന്നും ഇട്ടില്ല. വന്ന കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ പുറത്തോട്ട് ചാടി. ആ സൗണ്ട് ക്വാളിറ്റി എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആകുമെന്നൊരു നല്ല പേടിയുണ്ട്. പക്ഷേങ്കിൽ മൈക്ക് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ ഒരു സമാധാനം. ഇവിടെ ഇതൊക്കെ വാഗമണിൻ്റെ ഓരോ സ്ഥലങ്ങളാണ്. പ്രോപ്പർ വാഗമണിന് ഇത് ഇവിടെ ആയിട്ട് വരും. മഞ്ഞ് പതുക്കെ മാറുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇതിലാണ് നമ്മൾ ഇത് കോട്ടമല പോകുന്ന റോഡാണ്. ഇങ്ങനെ ഇതിലെ താഴെ കൂടെ പോയി അതുകൊണ്ട് ഇതിലെ വഴിയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലൊരു വഴിയുണ്ട് കണ്ടോ. ഇതൊരു വഴിയാണ്. ഇത് കോട്ടമല പോണ റോഡാണ് ഇങ്ങനെ പോയേക്കണേ. പിന്നെ വാഗമൺ കാണിക്കാൻ ഞാൻ നിങ്ങൾ നോക്കിയിട്ട് നടക്കും. മഞ്ഞ് അവിടുത്തെ മാത്രം മഞ്ഞ് മാറുന്നില്ല. മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും സൂക്ഷിച്ചോണം കേട്ടോ. പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ ഭയങ്കര പാടാണ്. ഞാൻ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു, പക്ഷേങ്കിൽ മാറുന്നില്ല. അപ്പം നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇനിയിപ്പം ഉളുപ്പിണിയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ അടുത്ത് പോകാൻ വേണ്ടി. അപ്പം അവിടെ ചെന്നിട്ടുണ്ട് എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. കയറ്റി വിടുവോ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഇങ്ങോട്ട് ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിൽ എനിക്ക് ഈ ചെറിയ ഈ ഉച്ചാരണത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. ഇൻ കേസ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും കയറി നോക്കുക. നമുക്ക് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്കും ശനിയാഴ്ച വൈകിട്ട് 6 മണിക്കും കറക്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കൂടെ ചാനലാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഓഫ് ബഡീസിനുണ്ട്, ഞങ്ങൾക്ക് 5 പേർക്കുണ്ട്. ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്കത് എല്ലാം മാറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ പരിഹരിച്ച് ബെറ്ററായിട്ട് ചെയ്യാൻ നോക്കും. എന്തായാലും പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടാവും, കാരണം നമ്മൾ തുടക്കക്കാരാണ്, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാം. ഇവിടെ നിന്ന് ഇപ്പം ജസ്റ്റ് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേന് വീഡിയോ കാണിച്ചത്. ഇങ്ങോട്ട് വന്നപ്പം ശ്രീകുണ്ടൊക്കെ നടന്ന് കയറി മടുത്തു. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് പുറത്തുനിന്നുള്ള വിഷ്വൽസ് നോക്കട്ടെ, പറ്റുമെങ്കിൽ കാണിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയിട്ട് കാണാം. നമുക്ക് താഴോട്ട് പോകുമ്പോൾ എന്തായാലും വണ്ടി വെച്ചാണെങ്കിലും നമുക്ക് കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പം ബാക്കി അവിടെ ചെന്നിട്ട് കാണാം.
വീഡിയോഗ്രാഫർ അടിപൊളി. അവിടെ നല്ല മഞ്ഞ, നല്ല മാറ്റമുണ്ടോ? പേടിയില്ലല്ലേ? പേടി എങ്ങനെ? എനിക്ക് ഓടിച്ചോടിച്ച് എനിക്കും പേടിയില്ലല്ലോ. ഇതിന് മുമ്പ് ജീപ്പ് ഉണ്ടായിരുന്നു. ലാപ്സോ നല്ല രസമുണ്ട് അല്ലേ? അവർക്ക് കാണാൻ കിട്ടുന്നുണ്ടോ? ഒരുപാട് ഇവിടെ കയറുന്നതാണ് നമുക്ക് കേട്ടത്. പക്ഷെ ഇത് വീഡിയോക്കകത്ത് കണ്ടാൽ അറിയത്തില്ല, നല്ല ടഫാ. ഇവിടെ എഴുതിയിരിക്കുന്നത് വരുന്നവർക്കേ അറിയത്തുള്ളൂ. വഴിയില്ലാത്തടത്തോളം വഴി ഉണ്ടാക്കി പോകുന്നു ഗൈസ്. മഹേന്ദ്ര ശരി, 2 മഹേന്ദ്രയാണ്. power steering, power brake, no power steering, no power brake. ഇത് ഇങ്ങോട്ട് ചേർത്തടിക്കും. കളിക്ക് പാറുന്നുണ്ടോ? ഭയങ്കര ടാസ്കാ. പോട്ടെ കണ്ടാവൻ ഡയറക്ഷൻ പറയുന്നുണ്ട്. ആദ്യം വന്നപ്പോഴത്തേക്ക് കുഴിയിലോട്ടായിരുന്നു. നമ്മുടെ വഴി പോയത് അതിന് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റെയിൽവേസാണ് വണ്ടി അതുകൊണ്ട് അവന് ടയർ പോകുന്നു. ഏതെങ്കിലും പോകും. പോയി അവിടെ അവർ വീഡിയോ എടുക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. സ്റ്റാഫ് കൊണ്ട് വീഡിയോക്കകത്ത് എത്ര കിട്ടും? വീഡിയോക്കകത്ത് അറിയത്തില്ല. താഴെ നിൽക്കണ്ടായിരുന്നു, നല്ല ഷോട്ടാ വഴിയുടെ. നമ്മള് വണ്ടി വെച്ച് കിട്ടിയതുകൊണ്ടല്ലോ. ഒരു ടാസ്ക് കംപ്ലീറ്റ്. പിന്നെ കൊണ്ട കാര്യമാണോ?
കംപ്ലീറ്റഡ് അല്ല ഇതിലേക്ക് പോവുകയാണ്. ചിലപ്പോൾ ഉൾപ്പണി പോകുന്നതാണ്. ഒരു ഡെസ്റ്റിനേഷൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ഉളുപ്പിണി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോകുകയാണ് ഗൈസ്. അതിന് മുമ്പ് എന്തെങ്കിലും കണ്ടാൽ അതിൻ്റെ കൊണ്ട് വലിഞ്ഞു കയറും. നമ്മുടെ വാഗമണിൽ നിന്ന് തൊടുപുഴ റൂട്ടിൽ 4 കിലോമീറ്റർ വന്ന് കഴിയുമ്പം റൈറ്റ് സൈഡാണ് ഉളുപ്പണിക്കുള്ള വഴി തിരിയണേ. അത്യാവശ്യം കട്ടർ റോഡാണ്. നല്ല ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ജീപ്പുകളുടെ ബ്ലോക്ക് ഉണ്ട്. ഒരു നല്ല സ്പീഡിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചു പോവുക. പിന്നെ ഇവിടെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുള്ളൂ. ടൈം പോയി. നമ്മുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ആ റോഡ് തന്നെ നേരെ കുറച്ച് ദൂരം ഉള്ളിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് സൈഡ് തന്നെ കയറി പോകുന്നതാണ് ഉളുപ്പണിക്കുള്ള വഴി. അവിടെ നിന്ന് കയറി ചെല്ലുമ്പം തന്നെ ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് പോലെയാണ് നമ്മുടെ പാസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. അവിടെ ചെന്നാലേ നമുക്കറിയുള്ളൂ നമ്മളെ കയറ്റി വിടോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്തായാലും നമുക്ക് അവിടെ ഇങ്ങോട്ട് പോയി നോക്കാം. എന്ന് പറയുന്നുണ്ട് ജീപ്പ് നോക്കുമ്പോൾ ഉളുപ്പണിക്ക് എനിക്ക് ഇവിടെ നേരത്തെ ഇല്ലായിരുന്നു. നേരത്തെ 200 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറ്റി വിടായിരുന്നു. ഇപ്പം നിങ്ങൾ കയറ്റി വിടുന്നില്ല. എന്ത് ചെയ്യുമെന്നറിയില്ല. ഇങ്ങനെ ഞങ്ങൾ 2 മണിക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. മാത്രമേ കയറ്റി വിടുള്ളൂ എന്നൊക്കെ പറയണേ. അല്ല നേരത്തെ ആണെങ്കിൽ പൈസ കൊടുത്താണ് കയറി പോയിരുന്നു. പക്ഷേ നിങ്ങൾ ഒരു ഇതിലും കയറ്റി വിടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കാം, പറ്റുമെങ്കിൽ കയറിപ്പോവും, ഇല്ലെങ്കിൽ തിരിച്ചു പോവാം. നമ്മൾ കയറ്റി വിടാത്തതുകൊണ്ട് ചായ കുടിക്കുമ്പോഴാണ്. അപ്പം ചായ കുടിച്ചിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ആരെങ്കിലും വെച്ച് വിളിപ്പിച്ചോ എല്ലാം പോകാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ വേറെ എങ്കിലും സ്ഥലം പിടിക്കേണ്ടി വരും. നോക്കാം. അവിടെ നിന്ന് ഇറങ്ങി വേറൊരു വഴി കൂടെ പോകാനുള്ള പ്ലാനിങ് ആണ്. മണ്ടേ കൂടെ അവിടെ അതിലെ കൂടെ എന്തായാലും കയറ്റി വിടില്ല. വേറൊരു വഴി കൂടെ പോകാനുള്ള പ്ലാനിലാണ്. നല്ല ഇവിടെ ഉണ്ട്. വേറൊരു വണ്ടിക്കാർ വന്നു കേട്ടോ. ഇപ്പോഴത്തെ കമ്പനിക്കാരെ കട്ടപ്പനയുള്ളവർ തന്നെ. അപ്പോൾ അവരും ഇപ്പം നമ്മുടെ കൂടെ വരും. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് പോവാം. നോക്കട്ടെ. ഇനിയിപ്പം അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു വഴി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇപ്പോൾ ഓപ്പൺ ആണോ എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല. ചിലർ പറഞ്ഞാൽ അവിടെ ആളുണ്ടാവും, ഗേറ്റൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയണം. എന്തായാലും പോയി നോക്കാമെന്നുള്ള പ്ലാനിലാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകുമ്പം കാണാം. ഇനിയിപ്പം ഇപ്പം തന്നെ എപ്പിസോഡ് അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇൻ കേസ് കൂടുവാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കയറുന്നിടത്ത് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് വൈൻഡപ്പ് ചെയ്യണം. അന്നേരം ചെറിയ ഇത് കൂട്ടൊക്കെ ഉള്ളെങ്കിൽ ഈ ഒരു എപ്പിസോഡ് വലുതാക്കി തന്നെ നമ്മൾ തീർക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഒരു അടുത്ത എപ്പിസോഡിലോട്ട് പോകാം. അപ്പം നമുക്കൊരു വഴി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കയറിപ്പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങോട്ടുള്ള വഴിയാണ്, എങ്ങനെയുള്ള വഴിയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ എന്തായാലും അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ മറക്കാതെ സബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പം എന്തായാലും അടുത്ത ശനിയാഴ്ച കാണും. അതുവരേക്കും സൈനിങ് ഓഫ് ഹബീബ്.